ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏറെ കൗതുകങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ വീഡിയോയാണ് ഇത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നദി നമ്മുടെ രാജ്യത്താണ് എന്നുള്ളത് പലർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ഫൂട്ടേജിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാട്ടർ സാധാരണ ഇന്ത്യയിൽ കണ്ടുവരാറില്ല. നമ്മളുടെ നദി നമ്മൾ എങ്ങനെയാണ് നദിയെ നമ്മൾ സമീപിക്കുന്നത് എന്ന് വെച്ചാൽ ഫാക്ടറികളിൽ നിന്നുള്ള വേസ്റ്റുകളും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകളും തള്ളിവിടാനുള്ള ഒരു നല്ല മാർഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് പലയിടത്തും നദികളെ ഉപയോഗപ്പെടുത്താറുള്ളത്. എന്നാൽ ഈ നദിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള നദിയായിട്ട് മാത്രമല്ല ഇത് അറിയപ്പെടുന്നത്, ഇത് ലോകത്തിലെ തന്നെ 5ാമത്തെ ഏറ്റവും വൃത്തിയുള്ള നദിയാണ്. ഈ നദിയുടെ പേര് ഓൺഗോട്ട് റിവർ എന്നാണ്. ഇന്ത്യയിലെ മേഘാലയ എന്ന സംസ്ഥാനത്താണ് ഈ നദി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലൂടെ മാത്രം ഏകദേശം 82 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് ശേഷം ബംഗ്ലാദേശിലേക്കാണ് ഈ നദി ചെന്ന് എത്തിച്ചേരുന്നത്. ഈ നദിയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ നദിയുടെ അടിയിലുള്ള ചെറിയ കല്ലുകളും അതുപോലെ തന്നെ മത്സ്യങ്ങളെയൊക്കെ വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിൽ അത്രത്തോളം തെളിഞ്ഞ ജലമാണ് ഈ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ എത്തുന്ന യാത്രക്കാരെ വളരെ അധികം അത്ഭുതപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഈ നദിയെക്കുറിച്ച് മലയാളത്തിൽ ഇതുവരെ ആരും ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ പോലും ചെയ്തിട്ടില്ല. 1-2 ഷോർട്ട് വീഡിയോകൾ മാത്രമാണ് മലയാളത്തിൽ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ മറ്റു ഭാഷകളിൽ അനേകം വീഡിയോകൾ, ഹിന്ദിയിലൊക്കെ ഒരുപാട് വീഡിയോകൾ ലഭ്യമാണ്. ഇന്ത്യയിലെ മറ്റു നദികളിൽ നിന്നും ഈ നദി എങ്ങനെയാണ് ഇത്രത്തോളം വ്യത്യസ്തത പുലർത്തി നിൽക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ഈ നദി ഒഴുകുന്നത് മനുഷ്യവാസം കുറഞ്ഞ ഒരു ഉൾപ്രദേശത്തു കൂടിയാണ് ഒഴുകുന്നത്. അത് തന്നെയാണ് ഈ നദി ഇത്രത്തോളം വൃത്തിയുള്ള രീതിയിൽ ഒഴുകിയിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണമായിട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒഫീഷ്യൽസ് തന്നെ പറയുന്നത്. ഈ നദി സിറ്റികളിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണ്. അതുകൊണ്ട് തന്നെ സിറ്റികളിൽ നിന്നുള്ള ഫാക്ടറികളിൽ നിന്നും അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകളൊന്നും ഈ നദിയിലേക്ക് എത്തിച്ചേരാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. മാത്രമല്ല ഈ നദിയുടെ തീരപ്രദേശവാസികൾ ഈ നദിയെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങളാണ് ഇവിടെ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ കുറഞ്ഞ കുടുംബങ്ങൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. പക്ഷേ അവർ ഈ നദിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന ആളുകളാണ്. ഇവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഉള്ള വേസ്റ്റുകളും മറ്റും ഒക്കെ ഈ പ്രദേശവാസികൾ തന്നെയാണ് ക്ലീൻ ചെയ്യാൻ മുന്നിട്ട് ഇറങ്ങുന്നത്. അവിടുത്തെ ഗവൺമെൻറ് ഈ പ്രദേശവാസികളുടെ ഇടയിൽ നിന്ന് തന്നെ ഈ നദിയെ സംരക്ഷിക്കാനുള്ള ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഇത് ഈ നദിയുടെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ നദിയെ കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ നദിയുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഈ നദിയിൽ മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബോട്ടുകളെല്ലാം വിലക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സാധാരണ തരത്തിലുള്ള ബോട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പ്രകൃതിയോട് നമ്മൾ മനുഷ്യർക്കുള്ള സമീപനത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള അതുപോലെ തന്നെ വളരെ കൗതുകങ്ങൾ നിറഞ്ഞ വീഡിയോകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.